പാർട്ടി വിട്ട് അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ജി സുധാകരനെതിരെ CPM നീക്കം. സംസ്ഥാന നേതാക്കളെ പങ്കെടുപ്പിച്ച് ആലപ്പുഴ പറവൂരിൽ അല്പസമയത്തിനകം വിശദീകരണ യോഗം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസുമായി ചേർന്ന് ജി സുധാകരൻ പാർട്ടിയെ ചതിച്ചെന്ന് മന്ത്രി സജി ചെറിയാൻ കുറ്റപ്പെടുത്തി. അതിനിടെ ചെങ്ങന്നൂരിൽ വോട്ട് കച്ചവടം നടന്നുവെന്ന ജി സുധാകരന്റെ വിമർശനം വസ്തുത അറിയാതെയെന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ ഏത് പഞ്ചായത്തിലാണ് BJP അങ്ങ് വലിയ ശക്തിയായത്? അവിടെ UDFന് ക്ഷീണം സംഭവിക്കുന്നിടത്തൊക്കെ BJP കുറച്ച് കയറിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങളെ ഓവർകം ചെയ്യാൻ BJPക്ക് ഇപ്പോഴും കഴിച്ചിട്ടില്ല, കഴിയത്തുമില്ല. ഇതാണ് വസ്തുത. ഈ വസ്തുത നിലനിൽക്കുമ്പോൾ ആരേലും പറഞ്ഞത് എന്തേലും കേട്ടിട്ട് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്താവും. 2 ബ്ലോക്ക് പഞ്ചായത്തും മാവേലിക്കര ചെങ്ങന്നൂർ ഞങ്ങൾ വ്യക്തമായ ഭൂരിപക്ഷം ജയിച്ചു. BJP കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റ് കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. ആ വസ്തുത പരിശോധിക്കുക. അത് പരിശോധിക്കാൻ തയ്യാറാകാതെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. അതേസമയം അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുന്ന ജി സുധാകരനെ പിന്തുണയ്ക്കുന്നതിൽ കോൺഗ്രസിനുള്ളിൽ എതിർപ്പ് ഇപ്പോൾ ശക്തമാണ്. ജി സുധാകരന് പിന്തുണ കൊടുക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസിന്റെ ആലോചനയിൽ പോലുമില്ലെന്ന് മുതിർന്ന നേതാവ് ഡി സുഗതൻ 24 പറഞ്ഞു. ആ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. അദ്ദേഹം ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരാളാണെന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നത്. ആ പറഞ്ഞതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. അദ്ദേഹം സ്വതന്ത്രനായിട്ട് നിൽക്കാൻ തീരുമാനിച്ചു എന്നല്ലാതെ കോൺഗ്രസിലേക്ക് വരണം എന്ന രീതിയിലൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് കോൺഗ്രസ് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. സുധാകരൻ പാർട്ടിയുടെ കൂടെ പിന്തുണയോടുകൂടിയാണ് മത്സരങ്ങൾ ജയിക്കും. ഇപ്പം അദ്ദേഹം പാർട്ടിയുടെ പിന്തുണയാണെന്ന് തീർത്ത് പറയുന്നില്ല. ഇപ്പോഴും ഞാൻ എല്ലാ പാർട്ടിയുമായിട്ടും എനിക്ക് ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ആരുടെയും സഹായം ചോദിക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടതാണ്. പക്ഷേ കോൺഗ്രസിൽ നിൽക്കുന്ന സഹായം കോൺഗ്രസിൻ്റെ ആലോചിക്കണം. കോൺഗ്രസായിട്ട് ബന്ധങ്ങളുണ്ടാകണം. ജയിച്ചാൽ എന്ത് ചെയ്യുമെന്ന് തീരുമാനങ്ങളുണ്ടാകണം. അതൊക്കെ വേണ്ടേ? അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അശ്വിൻ, CPMന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ ഉണ്ടാകും എന്ന് നേരത്തെ അറിയിച്ചതാണ്. അത് മാത്രവുമല്ല, എന്താണോ ഇപ്പോൾ ജി സുധാകരൻ നൽകുന്ന പ്രതികരണങ്ങളൊക്കെ അതിന് തിരിച്ച് അതേ രീതിയിലുള്ള പ്രതികരണം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് നേരത്തെ CPM എത്തിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ മന്ത്രി സജി ചെറിയാൻ അങ്ങനെയൊന്നുമല്ല പ്രതികരിച്ചത്. കുറച്ചുകൂടെ കടുത്ത ഭാഷയിൽ തന്നെ ജി സുധാകരനെതിരെ മന്ത്രി പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും രാഷ്ട്രീയ വിശദീകരണ യോഗം അവിടെ പറവൂരിലാണ്. അത് തുടങ്ങിയിട്ടുണ്ടോ? ആരൊക്കെയാണ്, ഏതൊക്കെ നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്? സുധാകരന് മറുപടി പറഞ്ഞും സുധാകരൻ പറയുന്നതിനെ തിരുത്തി പറഞ്ഞുവെന്നും വലിയ ശ്രദ്ധ കൊടുക്കണ്ട എന്നും സുധാകരനെ അങ്ങനെ വളർത്തേണ്ട എന്നുമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലവിലെ നിലപാടെങ്കിലും ആലപ്പുഴയിലെ പാർട്ടി അതിന് മുതിരുന്നില്ല. സുധാകരൻ പറയുന്നതിന് തിരിച്ചു പറയുന്നുണ്ട്. സുധാകരനെ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട്. സുധാകരന്റെ തട്ടകത്തിൽ തന്നെ ഇന്നിപ്പോൾ ഇതാ അല്പസമയത്തിനുള്ളിൽ ഒരു ബഹുജന പ്രകടനം പാർട്ടി സംഘടിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ബഹുജന പ്രകടനം എത്തിച്ചേരുന്ന, അതിനുശേഷം പൊതുസമ്മേളനം നടക്കേണ്ട സ്ഥലത്താണ്. അത് പറവൂരിലാണ്. ഇവിടെ നിന്ന് ഏകദേശം 100 മീറ്റർ അകലത്തിലാണ് ജി സുധാകരന്റെ വീട്. ഇവിടെ നിന്ന് ഉള്ള പാട്ടുകളടക്കം ജി സുധാകരനെ കേൾക്കാം. അത് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി കേൾക്കാൻ സുധാകരന്റെ വീടിന് സമീപത്തേക്കുള്ള വഴിയിൽ ഒരു കോളാമ്പി കൂടി ഇവിടെ നടക്കുന്ന പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി പാർട്ടി വെച്ചിട്ടുണ്ട്. എന്തായാലും സുധാകരനെതിരെ ശക്തമായി തന്നെ പാർട്ടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന്റെ ആദ്യപടിയായി, അല്ലെങ്കിൽ ആദ്യ ക്യാമ്പയിനുകളുടെ ആ തുടക്കം എന്നോണം ഈ പരിപാടിയെ കാണാം. ഒരു കേവല രാഷ്ട്രീയ വിശദീകരണ യോഗം എന്നതിനപ്പുറത്തേക്ക് സുധാകരൻ വളർന്ന മണ്ണിൽ, സുധാകരൻ പാർട്ടിയെ വളർത്തിയ മണ്ണിൽ സുധാകരനെതിരായ ശക്തമായ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ ഇന്ന് മുഴങ്ങുകയാണ്. എന്തായാലും പാർട്ടി അണികളൊക്കെ പ്രകടനം നടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അത് VS അച്യുതാനന്ദന്റെ വീടിന് മുന്നിൽ നിന്നാണ്. ആയിരക്കണക്കിന് ആളുകളിൽ പ്രകടനത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് പാർട്ടി അറിയിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഏകദേശം ഇങ്ങോട്ടേക്ക് 1 കിലോമീറ്റർ ദൂരമുണ്ട്. പലയിടങ്ങളിൽ നിന്നും ആളുകൾ, പാർട്ടി പ്രവർത്തകർ എത്തുന്നുണ്ട്. ഓരോ ബ്രാഞ്ചിനും നിശ്ചിത എണ്ണം ആളുകൾ ഇവിടേക്ക് എത്തണമെന്ന് പറഞ്ഞു. എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ആളുകൾ എത്തും എന്നുള്ളതാണ് പാർട്ടിയുടെ നിലവിലെ നിലവിലെ നിഗമനം. എന്തായാലും അതിനെല്ലാം അപ്പുറത്തേക്ക് ഇന്നും സജി ചെറിയാനും സലാമും അടക്കമുള്ള ആളുകൾ ജി സുധാകരനെ എതിർത്തുകൊണ്ട് ശക്തമായി തന്നെ മുന്നോട്ട് വന്നിരുന്നു. പാർട്ടിയെ ചതിച്ചു എന്നുള്ളതാണ് മന്ത്രി സജി ചെറിയാൻ ജി സുധാകരനെതിരെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെ ജനങ്ങളോട് ഞങ്ങൾ പറയുമെന്നും സജി ചെറിയാൻ ഇന്നത്തെ CPM ജില്ലാ സെക്രട്ടേറിയറ്റിന് ശേഷം വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്നത്തെ നയവിശദീകരണ യോഗത്തിലും സജി ചെറിയാൻ പറഞ്ഞതുപോലെ തന്നെ ജി സുധാകരൻ എങ്ങനെ പാർട്ടിയെ ചതിച്ചു എന്നത് പൊതുജനത്തെ അറിയിക്കുക എന്നുള്ളതായിരിക്കും പാർട്ടിയുടെ ലക്ഷ്യം. വരും ക്യാമ്പയിനുകളിലും സുധാകരൻ പാർട്ടിക്ക് എന്ത് നൽകി, പാർട്ടിക്ക് സുധാകരൻ എന്ത് നൽകി എന്നുള്ളതായിരിക്കും
പ്രധാനപ്പെട്ട വിഷയം എന്തായാലും അശ്വിൻ, അതിൽ ഈ ചതിയുടെ നാൾവഴികൾ കോൺഗ്രസിന്റെ കള്ളക്കളിയാണിത്, എല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ് എന്നൊക്കെയും ഈ സജി ചെറിയാൻ പറയുന്നത് നമ്മൾ കണ്ടതാണ് നേരത്തെ. അപ്പോൾ അങ്ങനെയും ആ രീതിയിൽ കൂടി CPM ഇതിനെ കാണുന്നുണ്ടോ? ഇതൊക്കെ എന്താണ് പാർട്ടിയോടുള്ള നേതൃത്വത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം മാത്രമല്ല, ഇത് കോൺഗ്രസുമായി ചേർന്നുള്ള കള്ളക്കളിയാണ് എന്നൊക്കെ ഇതിലുള്ള പ്രതികരണങ്ങളുണ്ട്. ആ രീതിയിൽ തന്നെ ആയിരിക്കുമോ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലും നേതാക്കൾ സംസാരിക്കുക? ഇന്നലെ എച്ച് സലാം MLA ഇദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അതായത് ഇത് ഒരു നാടകമാണ്, ജി സുധാകരൻ നാടകം കളിക്കുകയാണ്, അതിന്റെ ഒന്നാം ഭാഗം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്, രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും വരാനിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഒന്നാം ഭാഗത്തിൽ സുധാകരൻ പാർട്ടി വിടുന്നു, രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും നടത്തേണ്ടത് കോൺഗ്രസും BJPയുമാണ്, ഇതെല്ലാം പ്ലാൻഡ് ആണ് എന്നുള്ളതായിരുന്നു എച്ച് സലാമിന്റെ പ്രതികരണം. ഇന്നിപ്പോൾ ഇതാ സജി ചെറിയാനും അതേ രീതിയിൽ പറയുന്നു, എല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയതാണ്, കോൺഗ്രസിന്റെ കള്ളക്കളിയാണ് നടക്കുന്നതെന്ന്. അതായത് പാർട്ടിക്ക് മുൻപേ തന്നെ ചില കാര്യങ്ങൾ ബോധ്യമുണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അത് കോൺഗ്രസുമായി ജി സുധാകരൻ ചർച്ച നടത്തി അങ്ങോട്ടേക്ക് നേരത്തെ തന്നെ പോകുമെന്ന് തീരുമാനമെടുത്തു എന്ന തരത്തിലുള്ള പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ പ്രതികരണത്തിന് പിന്നിൽ എന്താണ് എന്നത് ഇന്നൊരു പക്ഷേ വ്യക്തമാകും. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്, പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് CPMന്റെ ജില്ലാ സെക്രട്ടറി R നാസറാണ്. വരും ദിവസങ്ങളിൽ സംസ്ഥാന നേതാക്കളെ അടക്കം എത്തിച്ചുകൊണ്ട് കൂടുതൽ പരിപാടികൾ ജി സുധാകരനെ തുറന്നു കാണിക്കാൻ നടത്തുമെന്നുള്ളതാണ് പാർട്ടി നേതാക്കളുടെ പ്രസ്താവന. അവരുടെ തീരുമാനവും അതുതന്നെയാണ്. എന്തായാലും 5 മണിയോട് 4 മണിക്കാണ് പ്രകടനവും പൊതുസമ്മേളനവും പറഞ്ഞതെങ്കിലും 5 മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.